ഹിന്ദുമതം പരിവാറുകാരുടെ കുത്തകയാണ് എന്നാണ് വിശ്വഹിന്ദു പ്രബോധകരുടെ പ്രചാരണം. തെരഞ്ഞെടുപ്പാകുമ്പോൾ ബി.ജെ.പി. മറ്റു മതങ്ങളെ തെറിവിളിക്കാൻ പതിവായി രംഗത്തിറക്കാറുള്ള പ്രവീൺ തൊഗാഡിയ ഇത്തവണയും കേരളത്തിലെത്തി. തെറിവിളിച്ച് ആത്മവിശ്വാസം നേടി മടങ്ങി. ആലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധേയമായത് തൊഗാഡിയയൊന്നുമല്ല, സാക്ഷാൽ സ്വാഗത പ്രാസംഗികനാണ്. ലവ് ജിഹാദ് മുതൽ ഹിന്ദുവിന്റെ മൊത്തം അധികാരം വരെ ഏറ്റെടുത്തു കളഞ്ഞു ഈ മഹാത്മാവ്. ഈ ലവ് ജിഹാദ് ഒന്ന് തിരിച്ചുവിട്ടാൽ, ഈ ലവ് ജിഹാദിനെ ഒന്ന് ഗതിമാറ്റി സഞ്ചരിപ്പിച്ചാൽ എന്താ സംഭവിക്കുക നിങ്ങൾക്കറിയോ? കാരണം 85% പേരങ്ങ് നിരത്തി നിർത്തിയാൽ 85 പേർ ഹിന്ദുക്കളാ. ചോരയും നീരുമുള്ള ഹിന്ദു യുവാക്കൾ അതിനകത്തുണ്ട്. നല്ല നെഞ്ചുവിരിവ്, 45 നെഞ്ചുവിരിവുള്ള, 6 പാക്കുള്ള, കൈ നല്ല മസിലുകളുള്ള, കാണാൻ നല്ല ചന്തമുള്ള ഹിന്ദു യുവാക്കളെ തെരുവീതികളിലേക്ക് കയറടിച്ച് വിട്ടാൽ തട്ടത്തിൻ മറയത്തിരിക്കുന്ന ബലിമാരെന്നും കെട്ടുവാൻ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടാത്ത കാലം കേരളത്തിൽ സമൂഹത്തിൽ തെരുവിൽ സംഭവിക്കും. ഭയങ്കരം തന്നെ. അത് ചെയ്യുവാൻ നമുക്കറിയാം. അത് ചെയ്തിട്ടാണെങ്കിൽ അത് ചെയ്തിട്ട് തന്നെ ഇന്ന് ഹിന്ദുവിനെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ തടഞ്ഞു നിർത്തുവാനുള്ള കരുത്ത് നേടുവാൻ നാം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 3 പ്രഖ്യാപനത്തിലൂടെ ഹിന്ദുവിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, ഹിന്ദുവിന്റെ സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷ കൊടുക്കുവാൻ ബജരംഗിന്റെ മുഖമുദ്രാവാക്യമായി നിലനിൽക്കുന്ന സേവാ സുരക്ഷാ സംസ്കാരം എന്ന ആ മുഖമുദ്രാവാക്യത്തെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഹിന്ദു സമൂഹത്തിന് സേവനം നൽകിക്കൊണ്ട്, കഷ്ടപ്പെടുന്ന ഹിന്ദു സമൂഹത്തെ കൈപ്പിടിച്ച് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ട്, അവന് ജീവിതത്തിൽ സുരക്ഷിതത്വ ബോധം പകർന്നുകൊണ്ട്, അവന് ധാർമ്മികമായ വിദ്യാഭ്യാസം സംസ്കാരം പകർന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുവായി ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു പഠനകളരിയിലേക്ക് ബജരംഗദൾ മുന്നോട്ട് പോവുകയാണ്. ഭയങ്കരം തന്നെ. അതിനുള്ള തയ്യാറെടുപ്പാണ് ആലപ്പുഴയുടെ ചരിത്രമുറങ്ങുന്ന ആലപ്പുഴയുടെ മണ്ണിൽ നടക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ആരാധ്യനായ ഹിന്ദുവിന്റെ സമരനായകന്റെ വാക്കുകൾ ശ്രമിക്കുവാൻ വേണ്ടിയാണ്. ആമുഖമായി ബജരംഗദളിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഹിന്ദു സമൂഹം നേരിടുന്ന കാലിക പ്രശ്നങ്ങളെ സംബന്ധിച്ചും വളരെ ചെറിയ രൂപത്തിൽ നിങ്ങൾ മുന്നിൽ പ്രതിപാദിച്ചു എന്ന് മാത്രം. വരാൻ പോകുന്ന സമര പോരാട്ടത്തിൽ ഹിന്ദുവിന് ഭയക്കേണ്ടതില്ല, കാരണം ഹിന്ദുവിന്റെ ചരിത്രം പോരാട്ടത്തിന്റെ ചരിത്രമാണ്. ഭയങ്കരം തന്നെ. ഹിന്ദുവിന്റെ നാട്ടിലേക്ക് അധിനിവേശത്തിന്റെ ശക്തികൾ കടന്നു വന്ന ആ നിമിഷം മുതൽ തന്നെ അതിനെതിരെ ചെറുത്തുനിൽപ്പും ഭാരതത്തിന്റെ മണ്ണിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുവിന്റെ പാരമ്പര്യവും ചരിത്രവും പോരാട്ടത്തിന്റെ ചരിത്രമാണ്. ശൂന്യതയിൽ നിന്നൊരു സാമ്രാജ്യം സൃഷ്ടിക്കുവാൻ വേണ്ടി മറാത്തയിലെ തെരുവീതികളിൽ നിന്ന് നിരക്ഷരരായ നിർധനരായ മറാത്തയിലെ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട്, അവർക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം പകർന്നുകൊണ്ട്, ഒളിപ്പോരിലൂടെ ഗറില്ല യുദ്ധമുറകളിലൂടെ സമരതന്ത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ട്, നമ്മെ അടക്കി ഭരിക്കുവാൻ വെമ്പൽ കൊണ്ട് ഭാരതത്തിൽ തന്നെ മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും കിരാതനായ ഭരണാധികാരിയുടെ കുടവയർ പിളർന്ന് കുടൽമാല പുറത്തെടുത്ത് ഹിന്ദുവിന്റെ അഭിമാനത്തിന്റെ വിജയവൈജയന്തി ഭാരതത്തിന്റെ മണ്ണിൽ പാലിപ്പിച്ച ഛത്രപതി ശിവജിയുടെ പാരമ്പര്യമാണ് ഹിന്ദുവിന്റെ പാരമ്പര്യം. ഭയങ്കരം തന്നെ. ഇമാതിരി ഹൈന്ദവ പ്രബോധകർ ഉണ്ടായാൽ വിശ്വഹിന്ദു സംഘടനകൾ ഒന്നാകെ അധികം വൈകാതെ നന്നായിക്കോളും. എന്തിനും ഏതിനും മതവും വർഗീയതയും പറഞ്ഞ് രക്ഷപ്പെടാം എന്നാണല്ലോ കാഴ്ചപ്പാട്. കേരളത്തിൽ ഇതൊന്നും ചെലവാകില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. തൊഗാഡിയയ്ക്കും അനുയായികൾക്കും നല്ല നമസ്കാരം. ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർത്തിയാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.